ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉരുളക്കിഴങ്ങ് വീട്ടിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ഈ ഒരു വിഭവം ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി കൂടിയാണ് ഇത്. നിങ്ങൾക്ക് സ്നാക്കായിട്ടും തയ്യാറാക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാം. എല്ലാം കൊണ്ടും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഈസിയുമാണ്, ടേസ്റ്റിയുമാണ്. എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ. അതുപോലെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ചില്ലി പൊട്ടേറ്റോ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പൊട്ടേറ്റോ ആണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇതിനേക്കാളും ചെറുതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് കേട്ടോ. വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യരുത്, കാരണം നമ്മളിത് മാവിലൊക്കെ മുക്കി പൊരിക്കുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ വലിയ പീസായി പോകും. അപ്പോൾ മാക്സിമം ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് ഒരു കപ്പ് കടലമാവ് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ 1 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബാറ്ററിലാണ് നമ്മൾ ഈ പൊട്ടാറ്റോ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി മാറ്റണം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് വളരെ ലൂസായിട്ടുള്ള ബാറ്റർ ആക്കരുത്. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കാക്കി എടുക്കണം. പിന്നെ ഈ ഒരു ഡിഷിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പൊട്ടാറ്റോ മതി നമുക്ക് ഒരുപാട് പേർക്ക് ഈ ഒരു വിഭവം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് നല്ല ടേസ്റ്റാട്ടോ. പിന്നെ വെറുതെ സ്നാക്കായിട്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞത് ഇതുപോലെ ഇരിക്കണം. നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഫ്രൈ ആക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം, നല്ലൊരു മണം കിട്ടാനും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേഷനായിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് ഇത് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വയ്ക്കണം. ഇനി നമ്മൾ ഈ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടുള്ള ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അത് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഓരോന്നായിട്ട് വേണം ഈ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാം കൂടി കോരി ഇട്ട് കൊടുക്കരുത്. ഓരോന്നും നന്നായിട്ട് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഉരുളക്കിഴങ്ങ് പുറത്തേക്ക് കാണാൻ പാടില്ല, പുറമേ കോട്ടിംഗ് ആയിട്ട് ഈ ഒരു ബാറ്റർ വേണം. പിന്നെ എണ്ണയുടെ ചൂട് പറയുകയാണെങ്കിൽ, എണ്ണ നന്നായിട്ട് ചൂടാക്കിയ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരിക്കലും ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഈ ഒരു ഇത് ഫ്രൈ ആക്കി എടുക്കരുത്. അങ്ങനെ വരുമ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ. നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള പൊട്ടാറ്റോ പക്കോട ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതേപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. പിന്നെ വീണ്ടും നമ്മളിത് സോസിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ പൊട്ടാറ്റോ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതുപോലെ കോട്ടിംഗ് ഒന്നും പോയിട്ടില്ല, കോട്ടിംഗ് ഒക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, പൊട്ടാറ്റോ ഒന്നും പുറത്തേക്ക് കാണുന്നില്ല, അങ്ങനത്തെ ഒരു കോട്ടിംഗാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ആക്കി എടുക്കണം. ഇതിങ്ങനെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നല്ല ക്രിസ്പായിരിക്കും, പുറമേ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ട് വേണം പൊട്ടാറ്റോ കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അകത്ത് വേവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ 2 ബാച്ചാക്കിയിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടുള്ളത് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സോസൊക്കെ മിക്സ് ചെയ്യുമല്ലോ ആദ്യം, അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക. കുറച്ച് സോയ സോസും കൂടി ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ സോയ സോസും ഒരു 3-4 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും മതി. പിന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേറൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഈ പൊട്ടാറ്റോ ഫ്രൈ ആക്കിയിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സോസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ ബൗളിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഈ സോസ് ഒന്ന് തിളച്ച ശേഷം നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചില്ലി പൊട്ടാറ്റോ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ നമ്മൾ ഈ സോസ് ഒരു ബൗളിൽ മിക്സ് ചെയ്തല്ലോ, അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടത്. അപ്പോൾ അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ കൂടുതൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചില്ലി പൊട്ടാറ്റോ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രൈ ആക്കേണ്ടതെന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം എന്നാണെങ്കിൽ കുറച്ചുകൂടെ നേരം നമുക്ക് ഫ്രൈ ആക്കി എടുക്കേണ്ടി വരും ഇതിൽ വെച്ചിട്ട്. അപ്പോൾ അതെ ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇത് പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കറിവേപ്പിലുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, സ്നാക്കായിട്ടും നിങ്ങൾക്കിത് കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു ഡിഷാകും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം, ഇതിനകത്ത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പുറത്തേക്ക് നമ്മൾ പൊട്ടാറ്റോ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇനി അകത്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഉരുളക്കിഴങ്ങ് വല്ലാണ്ട് ഇങ്ങോട്ട് വെന്ത് പോയിട്ടുമില്ല, എന്നാലും നല്ലൊരു കടിക്കുന്ന പരുവത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വീട്ടിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ഈ ഒരു വിഭവം തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ ഈ ഒരു വിഭവം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എഴുതി അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ നല്ലൊരു വിഭവമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്